തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയായി വർത്തിക്കുന്നുവെന്നത് പലതവണ തെളിഞ്ഞതാണ്. വീണ്ടും കമ്മീഷനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഒരു കാര്യം ബോധിപ്പിക്കുകയും എന്നാൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിന് നേർ വിപരീതമായി കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നടപടി. ഗ്യാനേഷിന്റെയും കൂട്ടരുടെയും ഈ കള്ളക്കളി ഇപ്പോൾ കയ്യോടെ പിടിച്ചിരിക്കുന്നത് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് എന്ന മാധ്യമ കൂട്ടായ്മയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിലുള്ളത്. വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പ്രത്യേക സോഫ്റ്റ്വെയർ അത്ര കാര്യക്ഷമമല്ലെന്നും അത് വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. വോട്ടർമാരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന നിലപാടാണ് അന്ന് കോടതിയിൽ കമ്മീഷൻ സ്വീകരിച്ചത്. എന്നാൽ കോടതിയിൽ ഈ സത്യവാങ്മൂലം നൽകി വെറും 8 ദിവസത്തിനുള്ളിൽ അതേ സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിച്ച് 12 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നടപടികൾ കമ്മീഷൻ രഹസ്യമായി ആരംഭിച്ചു എന്നതാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം. നിലവിൽ 12 സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രക്രിയയിലാണ് കോടതി തള്ളിക്കളഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ വോട്ടർ പട്ടികയിലെ പേരുകൾ വ്യാപകമായി വെട്ടിമാറ്റുന്നതിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 86 ലക്ഷത്തിലധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഏകദേശം 3.7 കോടി വോട്ടർമാരെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങളോ നേരിട്ടുള്ള പരിശോധനകളോ ഇല്ലാതെയാണ് ഇത്തരത്തിൽ വൻതോതിൽ പേരുകൾ നീക്കം ചെയ്യുന്നത്. ഇത് ജനാധിപത്യപരമായ വലിയൊരു ആശങ്കയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ഈ നടപടിയിൽ വലിയ പ്രതിഷേധത്തിലാണ്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തങ്ങളെ പൂർണ്ണമായും മറികടന്നാണ് സിസ്റ്റം വഴി വോട്ടർമാരുടെ പേരുകൾ നേരിട്ട് നീക്കം ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാരുടെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഭാവിയിൽ മറുപടി പറയേണ്ടി വരുന്നത് തങ്ങളാണെന്നും എന്നാൽ തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് പല ഉദ്യോഗസ്ഥരും കമ്മീഷണർക്ക് കത്തയച്ചു കഴിഞ്ഞു. BLOമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാതെ അവസാന നിമിഷം ഇത്തരം അൽഗോരിതങ്ങൾ നടപ്പിലാക്കുന്നത് വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിമരുന്നിടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സുപ്രീം കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും കുറ്റപ്പെടുത്തുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കാൻ ഇത്തരമൊരു സോഫ്റ്റ്വെയർ രഹസ്യമായി ഉപയോഗിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനാണെന്നും അവർ ആരോപിക്കുന്നു. ബീഹാർ മോഡലിൽ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ ഉണ്ടായ അപാകതകൾ രാജ്യം കണ്ടതാണ്. ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയെ സ്വീകരിക്കില്ലെന്ന് ആദ്യം വാശി പിടിച്ച കമ്മീഷന് പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലമാണ് തീരുമാനം മാറ്റേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് 12 സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള ദുരൂഹ നടപടികളുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും മൂലം പലയിടങ്ങളിലും BLOമാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞിട്ടും നിയമപരമായ സുതാര്യത ഉറപ്പാക്കാതെ ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടിക പുതുക്കുന്നത് ആരെ സഹായിക്കാനാണെന്ന ചോദ്യം പ്രസക്തമാണ്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം വോട്ടർ പട്ടികയിലെ സാങ്കേതിക തിരിമറികളിലൂടെ ഇല്ലാതാക്കപ്പെടുന്നുണ്ടോ എന്ന് ഓരോ പൗരനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലൊരു ഭരണഘടനാ സ്ഥാപനം രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ജനാധിപത്യത്തിന് ഒട്ടും ഗുണകരമല്ല. കോടതി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരും ദിവസങ്ങളിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെ കരുതേണ്ടി വരും. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് കമ്മീഷൻ സ്വയം അവകാശപ്പെടുമ്പോഴും ഇത്തരം പ്രവർത്തികൾ കമ്മീഷൻ ഇപ്പോഴും മോദിയുടെ കടിഞ്ഞാണിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ്.